ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സിങ്കോണിയം പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസും അവ എങ്ങനെ കെയർ ചെയ്ത് ഇതുപോലെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാമെന്നുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് സിങ്കോണിയം പ്ലാന്റ് ഈ ഒരു വെറൈറ്റീനാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല തിക്കായിട്ട് ബുഷിയായിട്ട് ആ പോട്ടിൽ ഫുള്ളായിട്ട് വന്നേക്കാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലീവ്സിൻ്റെ ഷേപ്പും അതിൽ വന്നേക്കുന്ന ആ കളർ പാറ്റേൺസും ആണ് കേട്ടോ. ലീവ്സിൽ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഡിസൈൻ പോയിക്കുന്നത് ശരിക്കും ഒരു വെയിൻസ് ന്യൂറോൺസ് ഒക്കെ പോയ പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ. എന്തൊക്കെയായാലും നല്ല ഭംഗി കളർഫുള്ളായിട്ടൊരു സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ്. ഇതിനെ നട്ടുപിടിപ്പിക്കാൻ അങ്ങനെ വലിയ പാടൊന്നുമില്ല കേട്ടോ. എൻ്റെ ഇതിൻ്റെ ചെറിയൊരു തൈയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഇഷ്ടം പോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒടിച്ച് വേറെ ചെടിച്ചട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ഇനി എൻ്റെ കയ്യിലുള്ള അടുത്ത സിങ്കോണിയം പ്ലാന്റിൻ്റെ വെറൈറ്റി ഇതാണ് കേട്ടോ. നല്ല ഭംഗി. ഇതിൻ്റെ ലീവ്സ് മറ്റേത് കുറച്ച് ലൈറ്റ് കളറാണെങ്കിലും ഷേപ്പൊക്കെ അതിൻ്റെ തന്നെ സെയിം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ നല്ല ഡാർക്ക് ഗ്രീൻ കളറിലെ ലീവ്സാണ് കേട്ടോ. മറ്റേത് പിങ്ക് കളറിലെ വെയിൻസ് പോലെ പോയിക്കുന്ന ഡിസൈൻ ആണെങ്കിൽ ഇവിടെ അതിൽ വൈറ്റ് കളേഴ്സിലാണ് ആ ഡിസൈൻ പോയിക്കുന്ന ലീവ്സിൽ. ഇത് നല്ല തിക്കായിട്ട് ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വേറെ പോട്ടിലേക്ക് ഇതിനെ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. ഇഷ്ടം പോലെ പുതിയ തൈകൾ വന്നപ്പോൾ ഞാൻ വേറെ പോട്ട് എടുത്തിട്ട് നല്ല കളർഫുള്ളായിട്ടൊരു പോട്ട് തന്നെയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഈ ചെടീനെ നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, സൈഡിൽ ഇഷ്ടം പോലെ ഇനിയും ഇതുപോലെ പറിച്ച് നടാൻ പറ്റിയ ഒത്തിരി തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നട്ടുപിടിപ്പിച്ച ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് നല്ലൊരു പോട്ടാണ് കേട്ടോ. ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കാൻ നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റും. നല്ല കളർഫുള്ളും കൂടിയല്ലേ. കടലിൻ്റെ അടിയിൽ ഒരു ഗ്യാപ്പ് കണ്ടോ. അപ്പോൾ അതിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും ചെടിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചത് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അടിയിലേക്ക് ഒന്ന് സ്റ്റോർ ചെയ്തോളും. നമുക്കത് ഊരിയൊക്കെ വേണമെങ്കിൽ കളയാം അതിൻ്റെ അടിയിൽ നിന്ന് വെള്ളമൊക്കെ. ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സിങ്കോണിയത്തിൻ്റെ ഈ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീവ്സ് കണ്ടോ, മറ്റേ രണ്ടിൻ്റെ ലീവ്സ് സെയിം ഷേപ്പ് ആണെങ്കിൽ ഇതിൻ്റെ ലീവ്സിനൊക്കെ ഡിഫറെൻറ്റ് ഷേപ്പാണ്. മാത്രമല്ല ഇതിൻ്റെ അറ്റത്ത് വന്ന ലീവ്സിനൊക്കെ ഒരു പിങ്ക് കളറിലെ ലീവ്സാണ് വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന ടൈപ്പാണ് കേട്ടോ ഈ സിങ്കോണിയം പ്ലാന്റ്. ഞാനിങ്ങനെ ചുറ്റി വെച്ചേക്കണതാണ്. ഒത്തിരി നീട്ടമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ കോല് കുത്തി നേരെയൊക്കെ നിർത്തി നല്ല ഭംഗി വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ ഞാനിങ്ങനെ ചുറ്റി വെച്ചേക്കാണ്, നല്ല തിക്കായിട്ട് നിൽക്കാൻ വേണ്ടി. മറ്റ് സിങ്കോണിയം പ്ലാന്റിന് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ തണ്ടിനൊക്കെ നല്ല ബ്രൗൺ കളറും ലീവ്സിനൊക്കെ ഒരു പ്രത്യേക ഷേപ്പുണ്ട്. നല്ല വിൻസ് ഉള്ള പോലെയാണ് രണ്ട് സൈഡിലേക്കും ലീവ്സ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഒത്തിരി കുറച്ചും കൂടി തിക്കായി കഴിയുമ്പോൾ അതിൻ്റെ ആ ഭംഗി വരുന്നത്. ഇപ്പോൾ അത്രയും തിക്കായിട്ടില്ല. ഇനി നമുക്ക് ഈ പ്ലാന്റ് ഇതുപോലെ ബുഷിയായിട്ട് എങ്ങനെയാണ് വളരുന്നതെന്നും ഇതിന് എന്തൊക്കെ നമ്മൾ കെയർ കൊടുക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ നട്ട് കഴിഞ്ഞ ശേഷം വളമിട്ട് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നടുമ്പോൾ മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനിട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തുടക്കത്തിൽ തന്നെ നല്ല ചാടി വലുതായി വരോട്ടെ. ഇതിപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തേക്കണത്. പിന്നെയെന്ന് പറയുമ്പോൾ ഈ പ്ലാന്റിന് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആവശ്യമില്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റാണ് ആവശ്യമുള്ളത്. ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വാട്ടറിങ് ചെയ്യുമ്പോഴാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത്. കാരണം അധികമായിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെമ്മും റൂട്ടൊക്കെ വേഗം ഡാമേജായി ചീഞ്ഞു പോകും. അപ്പോൾ ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും.